അബലയല്ല, പ്രതികരണശേഷിയുടെ മൂർത്തരൂപമാണ്. ഈ അഴിച്ചിട്ട മുടിയുമായി ദ്രൗപദിയെ പോലെ എന്നും എക്കാലവും എല്ലാ പുരുഷാധികാരത്തിന്റെയും എല്ലാ ആധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും കുക്ഷേത്രഭൂമിയിൽ ഞാൻ കാത്തിരിക്കുന്നു. അവസാനത്തെ ദുശാസനം അവസാനിക്കും വരെ. സ്ത്രീ ഇതിഹാസങ്ങളിൽ, ചരിത്രങ്ങളിൽ, കവിതകളിൽ, കഥകളിൽ, ഭൂമിയിൽ എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവൾ. പകിട 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 12 അഷ്ടൈശ്വര്യങ്ങളും അതുല്യപരമായ സഹോദരങ്ങളെ. ചൂതുകളിയിൽ നഷ്ടമായ പാണ്ഡവരുടെ ജാതനായ യുധിഷ്ഠിര, നിനക്ക് ഇവരെ വീണ്ടെടുക്കണ്ടേ? പണയം വഹിക്കാൻ ഇനിയും ഉണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ഈ ശകുനി. ഒരിക്കൽ കൂടി ചൂതുകളിയുടെ മാന്ത്രികവിദ്യകൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. പകിട 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 12. നടക്ക കൃഷ്ണ ഭഗവാനെ. കൗരവരാജധാനിയിലെ കണ്ണും മൂടി കെട്ടിയ സദാചാര ബോധത്തിൽ എല്ലാവരും അപമാനിയാകുന്നത് കാണുന്നില്ലേ? എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുശാസന എന്റെ ഹൃദയത്തിൽ കൈമുട്ടി എന്റെ അഴിഞ്ഞു വീണ കാൽമുതൽ കെട്ടിവെക്കുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. അമ്മേ ദേവിയെ, അമ്മേ ദേവിയെ, ഒരു പെണ്ണിന്റെ ശരീരം ചേർത്ത് വെച്ച് ഒരു നെറ്റിപ്പിടി പൂർത്തിയാക്കണം. അമ്മേ ദേവിയെ, അമ്മേ ദേവിയെ, അമ്മേ ദേവിയെ. നിങ്ങളാരും കരയണ്ട. ദാസകൽപ്പന ധിക്കരിക്കാൻ നമുക്കാവില്ലല്ലോ. എന്നെ ചേർത്ത് ഭിത്തി പണിതോളൂ. പക്ഷേ എന്റെ കുഞ്ഞ് കരയുമ്പോൾ എനിക്ക് അവനെ മാറിയെടുത്ത് മുലയൂട്ടണം. എന്റെ ഇരുമാറും ഇരു കൈകളും മാത്രം മൂടരുത് തമ്പുരാക്കന്മാരെ. ഹേ ചൂട്പടകെ, മതാലസ്തമാവും കാട്ടി പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന കാമരൂപിണി, നിന്റെ മുഖം മാറണം. ഞാൻ താഴ്ന്നു വിളിക്കുന്നു. എല്ലായിടവും കണ്ണുകൾ വേണം. റോഡുകളിൽ, പാലങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ. ഒരുപോലെയല്ല. വീട്ടുനായകളുടെ പല്ലിൽ നിന്നും വിട്ടുകീറിയ നെഞ്ചുമായി അവൾ ഉയർത്തെണീക്കുന്നു. പുരുഷാധികാരത്തിന്റെ ഭരണ ശക്തികൾ തിരുത്തി കുറിക്കാനായി. നന്ദി, നമസ്കാരം.